ഞാൻ മഹാദേവൻ, റീറ്റെയിൽ മാനേജർ, ഭീമ ജ്വല്ലറി ട്രിവാൻഡ്രം. കേരള സ്റ്റേറ്റ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് സ്പോൺസർ ചെയ്യാൻ നമുക്ക് ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കേരള സ്റ്റേറ്റിൽ ചെസ് ചാമ്പ്യൻസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഭീമ എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്നതാണ്. ഞാൻ ഡോക്ടർ വിനു ഭാസ്കർ, സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ കൺവീനർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവിയാണ്. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഏറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. 2023 ജൂലൈയിലാണ് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചത്. അതിനുശേഷം നമ്മൾ നടത്താൻ പോകുന്ന 5ാമത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ്. നമ്മുടെ ഈ ടൂർണമെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു എൻട്രി ഫീയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും വാങ്ങിക്കാതെ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പ്ലേയേഴ്സിനെ എൻട്രി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ടീ, സ്നാക്സ് തുടങ്ങി എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC ഹാളിലാണ് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ് എന്നത് അറിഞ്ഞത് നമ്മൾ ഏറ്റെടുത്ത ഈ ഒരു ദൗത്യം അത് വിജയത്തിലെത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കൂടി ഞങ്ങൾ കാണുന്നത്. ഞാൻ ജോ പറപ്പള്ളി, സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പാണ്. 4 ജില്ലകളിൽ നിന്നുമുള്ള പ്ലേയേഴ്സ്, ഓരോ ജില്ലയിൽ നിന്നും 4 പേര് വീതം സെലക്ട് ആയിട്ടുള്ള 14 ജില്ലകളിൽ നിന്നും 54 പ്ലേയേഴ്സ്, 2 പേര് കുറവുണ്ട്, എന്നാൽ 54 പ്ലേയേഴ്സ് ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടൂർണമെന്റ് തികച്ചും പ്ലേയേഴ്സിന് സൗജന്യമായിട്ടാണ്, അതായത് അവർക്ക് യാതൊരു ചെലവും ഇല്ലാത്ത രീതിയിലാണ് ഈ ടൂർണമെന്റിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായ ജോ പറപ്പള്ളി സാറും അതോടൊപ്പം കൺവീനറായ വിനു ഭാസ്കർ സാറ്, അതോടൊപ്പം ട്രിവാൻഡ്രം ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ഇവരുടെയൊക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ഈ ടൂർണമെൻറ്റിനിവിടെ വളരെ മനോഹരമായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം ഇതിൽ ആർബിറ്ററായിട്ട് എറണാകുളത്ത് നിന്നുള്ള ഹരീഷ് ബി മാനുവൽ സാറാണ്. പുള്ളി നാഷണൽ ആർബിറ്റർ കൂടിയാണ്. പുള്ളിയാണ് ഇതിലെ വിധികർത്താവായിട്ട് നമുക്കിന്നിവിടെ കൂടെയുള്ളത്. എൻ്റെ പേര് ശ്രീലാൽ. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ശ്രീനന്ദ എസിൻ്റെ ഫാദറാണ്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്ത് വന്നതാണ്. അപ്പം മണക്കാട് ഓക്സ്ഫോർഡ് സ്കൂളിന് ഇവിടെ നല്ലൊരു രീതിയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് എത്തിപ്പെടാനും വളരെ സൗകര്യമാണ്. ഇങ്ങനെ നല്ല രീതിയിൽ ഒരു ചെസ് ടൂർണമെൻറ്റ് ഒരുക്കി തന്ന കേരള സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് കാരശ്ശേരി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ചെറുപ്പം മുതലേ ചെസ്സിനോട് അതീവ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ കളിച്ച് ഈ നിലയിലെത്തിയത്. ഈ നിലയിലെത്താൻ എന്നെ സഹായിച്ച കോഴിക്കോട് ചെസ് ഓർഗനൈസേഷൻ കമ്മിറ്റിയോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആഭ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ചെസ്സിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ പണ്ട് മുതലേ കളിക്കുമായിരുന്നു വീട്ടിൽ നിന്ന്. ഞാൻ അച്ഛനാണ് മെയിൻലി ചെസ്സിലേക്ക് കൊണ്ടുവന്നത്. അച്ഛൻ്റെ ഫ്രണ്ട്സിനൊന്നിച്ച് കളിക്കുമ്പോൾ പിന്നെ നമ്മളും പോയി കളിക്കും, പിന്നെ നമ്മളും കൂടി കളിക്കാൻ കൂട്ടി, പിന്നെ അങ്ങനെ ടൂർണമെൻ്റൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ ഫസ്റ്റ് കാസർഗോഡ് ജില്ലയിൽ ലോക്കലായിട്ടുള്ള ടൂർണമെൻറ്റ് മാത്രമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കോച്ചിങ്ങും ഒക്കെ തുടങ്ങിയ ശേഷം ഞാനിപ്പോൾ സ്റ്റേറ്റും നാഷണലൊക്കെ കളിക്കാൻ പറ്റി. പിന്നെ ഇപ്പോഴും ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ട് പോലും. പിന്നെ ഇനിയും ചെസ്സ് കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എൻ്റെ പേര് ആരോൺ, 9th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റാണ്. എനിക്ക് ചെസ്സ് ഇഷ്ടമാകാൻ കാരണം അതിൻ്റെ അൺലിമിറ്റഡ് പോസിബിലിറ്റീസും കോംപ്ലിക്കേഷൻസുമാണ്. ആദ്യമായിട്ടാണ് ഒരു സീനിയർ ചാമ്പ്യൻഷിപ്പ്, അതായത് ഓപ്പൺ വിഭാഗത്തിൽ സീനിയർ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. വളരെ വിജയകരമായിട്ട് 14 ജില്ലകളിൽ നിന്നും 4 പേര് വീതം തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിഭാഗം കളിക്കാരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ വിജയിച്ചവരെയും പങ്കെടുത്തവരെയും ഒരേപോലെ അഭിനന്ദിക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസും കൺഗ്രാജുലേഷൻ പറയുകയാണ്. അതിന് തന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊത്തം 52 പ്ലെയേഴ്സാണ് ഉണ്ടായിരുന്നത്. വളരെ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടി മുതൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്ലെയേഴ്സ് വരെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിന്നേഴ്സിനെ കൺഗ്രാജുലേഷൻസ്.
എൻ്റെ പേര് ഏബൽ, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഈ റൗണ്ടിൽ ചാമ്പ്യൻ ആയിരിക്കും. എൻ്റെ പേര് സഫൽ ഫാസിൽ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. 7 റൗണ്ടിൽ 5.5 പോയിന്റാണ് എനിക്ക് ലഭിച്ചത്. 4 കളി ജയിക്കുകയും 3 കളി സമനിലയായി 2ാം സ്ഥാനത്താണ് ഞാൻ ഫിനിഷ് ചെയ്തത്.